ഇരട്ടറയിലെ 737 ദിവസത്തെ ദുരിത ജീവിതത്തിന് ശേഷം അവർ സ്വതന്ത്രരായിരിക്കുകയാണ്. ബന്ദിമോചനം ഉൾപ്പെടെയുള്ള നടപടികൾ വിജയം കണ്ടെങ്കിലും സമാധാന ഉച്ചകോടിയിൽ എന്ത് സംഭവിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. യുദ്ധം അവസാനിച്ചെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുമ്പോഴും ഉയരുന്ന ചോദ്യം ട്രംപിന്റേത് വെറും അവകാശവാദം മാത്രമാണോ എന്നതാണ്. കാരണം ഇതിനു മുൻപുള്ള ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അത്തരം സമാധാനത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ടോ എന്ന സംശയം ഉയർത്തുന്നുണ്ട് ലോകം. നമുക്ക് പരിശോധിക്കാം. ഈ 2 വർഷം നീണ്ട യുദ്ധത്തിന് ശേഷം ബന്ദികൾ ഇന്ന് മോചിതരായതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതൊരു സന്തോഷത്തിന്റെ ഇല്ലെങ്കിൽ ആശ്വാസത്തിന്റെ പ്രകടനം നമ്മൾ കണ്ടതാണ്. ടെൽ അവീവിലും ഗസയിലുമൊക്കെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായതാണ്. അത് എത്രത്തോളം വലിയ ആഘോഷമായി അവർ കണക്കാക്കുന്നു, അവർ സമാധാനത്തിലേക്ക് അടുക്കുന്നു എന്ന തോന്നൽ അവർക്കുണ്ടാകുന്ന രീതിയിൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ആഘോഷങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആ ബന്ദികൾ മോചിതരായി. ഇനി അറിയേണ്ടത് യുദ്ധം അവസാനിച്ചെന്നത് ട്രംപിന്റെ അവകാശവാദം മാത്രമാണോ എന്നുള്ളതാണ്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സമാധാനത്തിലേക്കാണ് കാര്യങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ തങ്ങളുടെ പങ്കാളിത്തമോ അറിവോ ഒന്നുമില്ലാതെ തികച്ചും ഇസ്രായേലിന് അനുകൂലമായി തയ്യാറാക്കിയ ഒരു സമാധാന കരാറിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഹമാസ് തീരുമാനമെടുക്കുന്നു. പലസ്തീൻ മണ്ണിൽ ജീവിക്കാനുള്ള തങ്ങളുടെ അവകാശം ഇല്ലാതാക്കുന്ന ഇല്ലെങ്കിൽ ട്രംപിന്റെ സമാധാന കരാർ ഒപ്പിടുന്ന ചടങ്ങിൽ നിന്ന് പോലും വിട്ടുനിൽക്കാൻ ഹമാസ് എടുത്ത തീരുമാനത്തെ നമ്മൾ എങ്ങനെ കാണേണ്ടതുണ്ട്? നിലവിൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനെ എങ്ങനെ വിലയിരുത്തേണ്ടതുണ്ട്? എല്ലാ നിബന്ധനകളും ഹമാസ് അംഗീകരിച്ചാൽ പോലും ഇസ്രായേൽ വാക്ക് പാലിക്കാൻ തയ്യാറാകുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഗസയുടെ മുൻകാല അനുഭവങ്ങൾ അതുതന്നെയാണ് തെളിയിക്കുന്നത്. നമ്മളോടൊപ്പം BK സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു യുദ്ധം അവസാനിച്ചു എന്ന്. അത് ട്രംപിന്റെ അവകാശവാദം മാത്രമായി ഒരു വലിയ വിഭാഗം അതിനെ കാണുന്നുണ്ട്. പൂർണ്ണമായി സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ആശങ്കയും ലോകത്തിനുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? ലോകത്താകെയുള്ള സമാധാന പ്രേമികൾ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ബന്ദികളെ വിട്ടുകൊടുത്തു, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഗസ ആ യുദ്ധം അവസാനിക്കാൻ പോവുകയാണോ? ഗസക്കാർക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള സ്വാഭാവികമായ സംശയങ്ങൾ എല്ലാവർക്കുമുണ്ട്. അതിനുള്ള കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയേണ്ടി വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ സാക്ഷി നിർത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് യുദ്ധം അവസാനിച്ചു എന്നുള്ളതാണ്. അത്തരമൊരു സന്ദേശം US പ്രസിഡന്റ് നെതന്യാഹുവിന് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി വലിയൊരു ആക്രമണത്തിലേക്കും ഈ വലിയ കെട്ടിടങ്ങൾ തകർക്കുന്ന വലിയ ബോംബുകൾ ഉപയോഗിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ബോധ്യപ്പെടുത്തേണ്ട മറ്റു ചില ആളുകൾ കൂടിയുണ്ട്. അത് ഇസ്രായേലിനുള്ളിലെ തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് മന്ത്രിമാരാണ്. ഇറ്റാമർ ബെൻഗോവർ പോലെയുള്ള ബസലേൽ സ്മോട്രിച്ചിനെ പോലെയുള്ള ആളുകളുണ്ട്. അവരാണ് നെതന്യാഹു അയയുമ്പോഴും അയയാതെ നിൽക്കുന്ന ചില ആളുകൾ. അവരെ പോലും ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് പകരമായി നെതന്യാഹു ഡൊണാൾഡ് ട്രംപിന് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത്രയും കാലം 2 വർഷം യുദ്ധം ചെയ്തു, പല തവണ ഞാൻ പറഞ്ഞ കാര്യമാണ്, യുദ്ധലക്ഷ്യങ്ങളെല്ലാം നേടാതെ യുദ്ധം അവസാനിപ്പിക്കില്ല, അങ്ങനെ എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന ചോദ്യം നെതന്യാഹു ഉയർത്തിയിട്ടുണ്ട്. അതിനുള്ള മറുപടിയായി ട്രംപ് പറയുന്നത് ആ യുദ്ധലക്ഷ്യങ്ങളെല്ലാം തന്നെ താൻ പൂർത്തീകരിച്ചു തരും എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു 20 ദിന പദ്ധതി ഡൊണാൾഡ് ട്രംപ് തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ നെതന്യാഹുവിന്റെ യുദ്ധലക്ഷ്യങ്ങൾ നേടിക്കൊടുക്കുക എന്ന അർത്ഥത്തിൽ. അതിൽ ഒന്നാമത്തെ കാര്യം ബന്ദികളെ മോചിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ദികളെയും വിട്ടു നൽകി കഴിഞ്ഞു. ഈ മരിച്ച ആളുകളുടെ മൃതദേഹം 28 മൃതദേഹം അതൊരു പക്ഷേ അത് എത്തിക്കുന്ന കാര്യത്തിൽ ചില ആശങ്കകൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ ബന്ദികളെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ശേഖരിക്കുവാൻ ഹമാസിന് സാധിച്ചിട്ടില്ല എന്നുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് ഉയർത്തിക്കാട്ടി അത് കരാറിന് ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ഇസ്രായേൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് വരാൻ പോകുന്നത് ഹമാസിന്റെ നിരായുധീകരണമാണ്. ഹമാസിനെ നിരായുധീകരിക്കുമെന്നും അവരെ അധികാരത്തിൽ നിന്നും പുറത്തു കടത്തുമെന്നും നെതന്യാഹുവിന് ട്രംപ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുഹൈലെ, നമുക്കിതിനെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഉച്ചകോടിയെ നമുക്ക് ഒരു 2ാം ഘട്ടം എന്ന രീതിയിൽ കാണാം. ട്രംപിന്റെ പദ്ധതിയിൽ ഇല്ലെങ്കിൽ ട്രംപിന്റെ എന്താ പറയാ ആ ഒരു സമ്മർദ്ദ രാഷ്ട്രീയത്തിൽ നടക്കാനിരിക്കുന്ന രണ്ടാമത്തെ ഏകപക്ഷീയമായി നടക്കാനിരിക്കുന്ന 2ാമത്തെ ഘട്ടം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. സമാധാന ഉച്ചകോടി വളരെ നിർണായകമാണ്. നടക്കാൻ പോകുന്ന ഈ ഉച്ചകോടി അത് എത്രത്തോളം നിർണായകമാണെന്ന് നമുക്ക് പരിശോധിക്കണം. ഈ കരാറിലെ കടുത്ത ഉപാധികൾ, ട്രംപിന്റെ ഈ 20 ദിന വെടിനിർത്തൽ ചട്ടക്കൂട്, ഗസയെ ഹമാസ് വിമുക്ത മേഖലയാക്കി മാറ്റാനുള്ള ലക്ഷ്യം, ഇതിന്റെ ഭാഗമായി ഹമാസ് നിരായുധീകരിക്കുകയും
ഗസയുടെ ഭരണത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കപ്പെടുകയും വേണമെന്നുള്ള ആവശ്യം, ഒപ്പം തന്നെ ഗസയിലെ ജനങ്ങളുടെ പ്രതിരോധ പ്രസ്ഥാനമായി തുടരുന്ന ഒരു പ്രസ്ഥാനമാണ് ഹമാസ്. അതിനെ നിർബന്ധിച്ചില്ലാതാക്കാനുള്ള ശ്രമമായിട്ടാണ് പലരും ഇതിനെ നോക്കിക്കാണുന്നത്. മുൻപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇസ്രായേൽ ഏകപക്ഷീയമായി അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഹമാസ് നിരായുധീകരിക്കാൻ വിസമ്മതിച്ചതിനാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മുൻപ് മുന്നറിയിപ്പും നിലവിലെ സാഹചര്യത്തിൽ നൽകിയിരുന്ന ആ മുന്നറിയിപ്പ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അതിന്റെ ഗൗരവം കുറച്ചുകൂടി കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇനി ഹമാസ് അതിന് തയ്യാറാകില്ല. അപ്പം നമുക്കറിയാം, ഹമാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളോ ഇല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം ജനമോ സംഘടന ആ രീതിയിലല്ല അത് പ്രവർത്തിക്കുന്നത്. അതൊരാശയമാണ്. അതിനെ എങ്ങനെ ഇല്ലാതാക്കുക എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഇനി ഒരു പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത നീക്കം ഇസ്രായേലിന്റെ? നെതന്യാഹു എങ്ങനെ നീങ്ങും? അതിന് ട്രംപ് ഏത് തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല. അപ്പൊ ട്രംപിന്റെ കാര്യമായതുകൊണ്ട് പ്രത്യേകിച്ച് എങ്ങനെയായിരിക്കും എന്നതറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ സമാധാന ഉച്ചകോടി അത് എത്രത്തോളം നിർണായകമാണ്? ലോകരാജ്യങ്ങൾ എങ്ങനെയായിരിക്കും അതിൽ പ്രതികരിക്കുക? ഏത് രീതിയിലായിരിക്കും ആ ചർച്ച നീങ്ങുക? ആദ്യമായി പറഞ്ഞ ആ ചോദ്യം ഡൊണാൾഡ് ട്രംപിനോട് ഇന്ന് മാധ്യമങ്ങൾ ഷർം ഷെയ്ഖിൽ എത്തിയ ഘട്ടത്തിൽ തന്നെ ചോദിച്ചു. ആദ്യമായി തന്നെ ചോദിച്ചു, രണ്ടാമത്തെ ഘട്ടം ചർച്ചകൾ എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത്. അതിന് ട്രംപ് നൽകിയ മറുപടി അത് എപ്പോഴോ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു സമ്മേളനം അതൊരു പ്രതീകാത്മക സമ്മേളനം മാത്രമാണ്. അത് ട്രംപിന്റെ നിലയുറപ്പിക്കാനുള്ള, അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള, പ്രത്യേകിച്ചും അമേരിക്കക്കുള്ളിലെ മാഗ ക്യാമ്പിന്റെ എല്ലാം ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ലോകത്തിന് മുമ്പിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന, എല്ലാ പ്രതിസന്ധികളിലും ഇടപെടുന്ന ഒരു അമേരിക്ക, അത് ട്രംപിന്റെ നേതൃത്വത്തിൽ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സമ്മേളനം എന്നതിനപ്പുറമായി ഇന്നത്തെ ഷർം ഷെയ്ഖിൽ നടക്കുന്ന സമ്മേളനത്തിൽ കാര്യമായ ഒരു അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു തീരുമാനങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഗസ യുദ്ധം അവസാനിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ് ആണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു സമ്മേളനമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈജിപ്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലോകത്തിൽ പല നേതാക്കളെയും അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പൂർണ്ണമായിട്ടും നൊബേൽ പ്രഖ്യാപിച്ചെങ്കിലും അടുത്ത നൊബേൽ കൂടി ലക്ഷ്യമുണ്ട് ട്രംപിന് എന്നിവരെ തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെയുണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല സുഹൈല, ഈ ഉച്ചകോടിക്കുള്ള ക്ഷണം നിരസിച്ചവരുണ്ട്. അപ്പം അമേരിക്കയുടെ ക്ഷണം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല. ലോകം മുഴുവൻ നിന്നപ്പോഴും എന്താണ് നിലപാട് എന്നതുപോലും വ്യക്തമല്ലാതിരുന്നൊരു സാഹചര്യം ഇന്ത്യക്കുണ്ട്. എന്നാൽ പോലും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിനെ ഉച്ചകോടിയിലേക്ക് ഇന്ത്യ പ്രതിനിധിയായി അയച്ചിട്ടുണ്ട്. മാത്രമല്ല ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഈജിപ്തിൽ എത്തുകയും ചെയ്തു. ഈ ഡൊണാൾഡ് ട്രംപും LCCയും ഒക്കെ മോദിയെ ക്ഷണിച്ചിട്ടും മോദി എന്തുകൊണ്ട് പോയില്ല എന്നൊരു കാര്യമുണ്ട്. അത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്നത് പരിഗണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി വിട്ടുനിൽക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒപ്പം തന്നെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നിരസിച്ചു എന്നുള്ള വിവരങ്ങളുണ്ട്. അപ്പം രാജ്യത്തെ ആക്രമിച്ച ആളുകൾക്കൊപ്പം ഇരിക്കാനാകില്ല എന്നാണ് പെസഷ്കിയാൻ അറിയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ വിട്ടുനിൽക്കുന്ന ആളുകൾ, അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് നെക്സ്റ്റ് എന്നതിനെ ആലോചിച്ച്, ആ രീതിയിൽ തന്നെ ഇത്തരത്തിൽ വിട്ടുനിൽക്കുന്ന, ഇറാനെ പോലെ വിട്ടുനിൽക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കൂടി അതിനെ പരിശോധിക്കേണ്ടതില്ലെങ്കിൽ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? തീർച്ചയായും യൂറോപ്പിന്റെ വലിയ ഒരു പിന്തുണ ഡൊണാൾഡ് ട്രംപിന് കിട്ടുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, അതേപോലെ തന്നെ സ്പെയിനിന്റെയും ഇറ്റലിയുടെയും ജർമ്മനിയുടെയും നേതാക്കൾ അവിടേക്ക് എത്തുന്നു. UN സെക്രട്ടറി ജനറൽ എത്തുന്നു. അതേപോലെ പ്രധാനപ്പെട്ട ലോക നേതാക്കളെല്ലാം തന്നെ യൂറോപ്പിന്റെ വലിയൊരു പിന്തുണ ഡൊണാൾഡ് ട്രംപിന് ഇതിൽ ലഭിക്കുന്നു. അതേപോലെ തന്നെ പശ്ചിമേഷ്യയിൽ നിന്ന് തന്നെ ഇന്നും പ്രമുഖ അറബ് രാജ്യങ്ങളുടെ പിന്തുണ, അതോടൊപ്പം തുർക്കിയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും പിന്തുണ, അതെല്ലാം ഈ വിഷയത്തിൽ പല ആളുകൾക്കും പല താല്പര്യങ്ങളാണ് ഈ വിഷയത്തിൽ പങ്കെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയുടേതായ താല്പര്യം, അമേരിക്കയുടെ കൂടെ നിൽക്കുന്നവർക്ക് സ്വാഭാവികമായും ഈ സമാധാന പ്രക്രിയയിൽ തങ്ങൾ പങ്കാളികളാകുന്നു എന്ന് പറയാനും, അതേപോലെ തന്നെ സ്വന്തം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനും, ഈ സമാധാനത്തിന്റെ പ്രക്രിയയിൽ ഞങ്ങൾ പങ്കാളികളായി എന്നൊക്കെ അറിയിക്കാനുള്ള ഒരു മേഖലയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ പങ്കാളിത്തം നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അമേരിക്കയുമായി അത്ര നല്ല ബന്ധമല്ല ഇപ്പോഴുള്ളത് എന്ന് നമുക്കറിയാം. അമേരിക്കയെ അങ്ങനെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യവും നമുക്കില്ല. പല ഘട്ടങ്ങളിലേക്ക് വിഭജിക്കപ്പെട്ട ഈ നികുതി യുദ്ധത്തിന്റെയും തീരുവ യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ ട്രംപുമായി അടുത്തും അകന്നും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പഴയ പോലെ പൂർണ്ണമായും US ഒത്തുചേർന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യക്കില്ല. അതോടൊപ്പം പാകിസ്ഥാൻ പങ്കെടുക്കുന്നു എന്ന ഒരു പ്രശ്നം മറുഭാഗത്തുണ്ട്. പക്ഷേ അപ്പോഴാണ് മറ്റൊരു ചോദ്യം കൂടി വരുന്നത്. മോദി പങ്കെടുക്കാത്തതിന് കാരണം ട്രംപ്, ഇപ്പം പാകിസ്ഥാനാണോ ഇല്ലെങ്കിൽ ട്രംപ് ആണോ എന്നൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട് സുഹൈൽ.
തീർച്ചയായും അത് പാകിസ്ഥാൻ പങ്കെടുക്കുന്ന പല വേദികളിലും നമ്മൾ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പല വേദികളിലും ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുമിച്ച് കൂടിക്കാഴ്ചകളൊന്നും ഉണ്ടാകാറില്ല എങ്കിലും പല വേദികളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും ഒരുമിച്ചുണ്ടാകുന്ന പല വേദികളും നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് മാത്രമാണോ കാര്യം എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നമുക്ക് ഉത്തരങ്ങൾ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ട്രംപിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന, ട്രംപിനെ വാഴ്ത്തിപ്പാടുന്ന ഒരു പരിപാടി കൂടിയായിരിക്കും ഈ ഒരു സമ്മേളനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാഗ ക്യാമ്പാണ് ഇതിന്റെ ഒരു ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത്. അമേരിക്കയെ വീണ്ടും അത്യുന്നതിയിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. അതിൽ അങ്ങനെ തലവെച്ച് കൊടുക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതായിരുന്നാലും ചിന്തിക്കുന്നുണ്ടാകും. പ്രത്യേകിച്ചും മറുഭാഗത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങോ ഒന്നും പങ്കെടുക്കാത്തൊരു വേദിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക്, ഒരു പാശ്ചാത്യ ചേരിയിലേക്ക് അങ്ങനെ നിൽക്കേണ്ടതില്ല. ഒരു ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ഒരു ആശയം, അതേപോലെ തന്നെ ബ്രെക്സിറ്റ് എന്ന് പറയുന്ന ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഒരു പ്രാധാന്യം, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി കരുക്കൾ നീക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരേ സമയത്ത് തന്നെ അമേരിക്കയെ പാഠം പഠിപ്പിക്കണമെങ്കിൽ അത് നമ്മളൊരു ശേഷി നേടണം എന്നൊരാശയത്തിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട്, തീരുവയുദ്ധത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും. അതുകൊണ്ടുകൂടിയാണ് ഇന്ത്യ അവിടേക്ക് എത്താത്തത്. ഇനി പക്ഷേ പൂർണ്ണമായി വിട്ടു നിൽക്കുന്നുമില്ല. അതുകൊണ്ട് ഒരു സഹമന്ത്രിയെ അവിടേക്ക് എത്തിച്ചുകൊണ്ട് സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നു. ഈ നിലപാട് കുറെ സമയമായി അമേരിക്കയെ തെറ്റിക്കാതിരിക്കുക, എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരിക്കുക എന്ന നിലപാടിലേക്ക് ഇന്ത്യ പോകുന്നു. ഇനി ഉച്ചകോടിയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം സുഹൈൽ. നമ്മൾ ഇസ്രായേലിൽ കണ്ടു അത്രയധികം ആളുകൾ അവിടെ ട്രംപ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളാണെങ്കിലും ഒരാൾ വംശഹത്യക്കെതിരെ അവിടെ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. അതൊരു വലിയ പ്രതിഷേധമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആളെ പിടിച്ച് പുറത്താക്കിയതിനു ശേഷം മാത്രമാണ് ട്രംപിന് മിണ്ടാൻ സാധിച്ചത്. അപ്പം ലോകം മുഴുവൻ ഈ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് കത്തുന്നത്, ഏത് രീതിയിലാണ് ഇത് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ, ഐക്യദാർഢ്യത്തിനപ്പുറം പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് എങ്ങനെയാണ് എന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം ഉച്ചകോടി നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. അതിനപ്പുറത്തേക്ക് ഏത് രീതിയിലൊക്കെ ആയിരിക്കും ചർച്ചകൾ, എപ്പോഴാണ് ആരംഭിക്കുന്നത്, ചർച്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. അല്പസമയത്തിനകം ഏതായിരുന്നാലും ഷർം ഷെയ്ഖിലെ ഔദ്യോഗികമായ ചടങ്ങുകൾ ആരംഭിക്കും. അതിനു മുമ്പ് മുന്നോടിയായി പലതരത്തിലുള്ള കൂടിയാലോചനകൾ അവിടെ നടക്കുന്നുണ്ട്. ഇമ്മാനുവൽ മാക്രോണൊക്കെ എത്തിയിട്ട് കുറെ സമയമായി. അവിടെയുള്ള പല നേതാക്കളുമായി അവിടെ ഒരു ഇന്റേണൽ ചർച്ചകൾ, പല നേതാക്കളുമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെ ഗസയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അത്ര നിർണായകമല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് മറ്റു പല മേഖലകളിലുമാണ് നടക്കുന്നത്. ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലേക്ക് ഹമാസിന്റെ പ്രതിനിധികളും അതേപോലെ തന്നെ നെഗോഷിയേഷൻ ടീമും എല്ലാം അതിന് ആവശ്യമാണ്. ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ ഒരു 2 വർഷത്തെ യുദ്ധം അവസാനിപ്പിച്ചു എന്നല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് വരെ പഴക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ആ അർത്ഥത്തിൽ വലിയ ഒരു പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതേപോലെ തന്നെ ഇരു വിഭാഗത്തെയും നിർത്തിക്കൊണ്ട് ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു കരാറിന്റെ ഒരു പ്രഖ്യാപനം അതും ഉണ്ടാകും. അതായത് ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു കരാർ, അതിന് മുൻകൈയെടുത്തിട്ടുള്ള തുർക്കിയെയും ഖത്തറിനെയും ഈജിപ്തിനെയും മുൻനിർത്തിക്കൊണ്ട് അവരിലേക്ക് ഒരു പശ്ചിമേഷ്യയുടെ സമാധാനം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അതൊക്കെ ഏത് രൂപത്തിലാണ് ഉണ്ടാവുക, ആരൊക്കെയാണ് അവിടെ പ്രതിനിധാനം ചെയ്യുക എന്നുള്ളതൊക്കെ പ്രധാനമാണ്. നേരത്തെ പലസ്തീനും ഇസ്രായേലും അവിടെ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിൽ പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെയും നെതന്യാഹുവിനെയും, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെയും നേരിട്ട് ക്ഷണിക്കുന്നു, അവസാന മണിക്കൂറുകളിൽ ക്ഷണിച്ചു. പക്ഷേ നെതന്യാഹു വന്നില്ല. പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അവിടെ എത്തുകയാണ്. അപ്പോൾ മഹ്മൂദ് അബ്ബാസിന് ഈ കരാറുണ്ട് എങ്കിൽ ഒരു പ്രത്യേക ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു കരാറെങ്കിലും അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ആ കരാർ കൈമാറുകയാണെങ്കിൽ അപ്പുറത്ത് ആര് നിൽക്കുന്നു, അവിടെ നെതന്യാഹു ഇല്ലെങ്കിൽ ആര് നിൽക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. 2 ആളുകളുടെയും കൈകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പ്രതീകാത്മകമായുള്ള ഒരു കരാറിന്റെ ഒരു പ്രഖ്യാപനം. എന്തായാലും നോക്കാം, നിർണായകമായിട്ടുള്ള നിമിഷങ്ങളിലേക്കാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നുള്ളത്, എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, അടുത്ത ഘട്ടമാണോ ആലോചനയിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ട്രംപ് എത്തിയിരിക്കുന്നു ഈജിപ്തിൽ. ചർച്ചകൾ അല്പസമയത്തിനകം